അവിടെ നവമി ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ, അതായത് അമ്മയ്ക്കകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കപ്പെടാമായിരുന്നു. അത് പുറത്തേക്ക് വലിച്ചിഴക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നത് പൊതുവിൽ സംഘടനയ്ക്കകത്ത് നിന്ന് ഉയരുന്ന ഒരു വിമർശനമാണ്. അപ്പോഴും ഈ മുതിർന്ന താരങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടണം. അത് സ്വാഭാവികമായും മോഹൻലാൽ, മമ്മൂട്ടി പോലെയൊക്കെയുള്ള താരങ്ങളാണ്. നമുക്കറിയാം, ഈ അമ്മയെ നയിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കറിയാവുന്നതാണ്. മുതിർന്ന താരങ്ങൾ നയിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അത് ആ സംഘടനയിൽ ഒതുങ്ങി നിന്നിരുന്നു. ഈ വിഷയത്തിൽ മുതിർന്ന താരങ്ങൾ ഇടപെടണം എന്ന ഒരാവശ്യം ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ യുവതാരങ്ങൾ, പ്രത്യേകിച്ച് ഈ പൃഥ്വിരാജ് അടക്കമുള്ളവരൊക്കെ ഒരു ഘട്ടത്തിലൊക്കെ പൃഥ്വിരാജിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളിൽ പ്രതികരണങ്ങൾ ഉണ്ടായതാണ്. പക്ഷേ ഈ വിഷയം ഉയർന്നു വന്നതിന് ശേഷം മുതിർന്ന താരങ്ങളോ യുവതാരങ്ങളോ ഒന്നും വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല. ഒരു പക്ഷേ ഇന്നത്തെ യോഗത്തിൽ അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുമോ? അവരുടെ ഒരു പ്രസൻസും അവരുടെ നിലപാടുമൊക്കെ ഇന്നത്തെ യോഗത്തിൽ നിർണായകമാകുമോ? അഭിലാഷ്, ഇപ്പോൾ ആസിഫ് അലി സ്വാഭാവികമായും അമ്മ സംഘടനയിലെ എല്ലാ പരിപാടികളും, എല്ലാ ജനറൽ ബോഡിയും മറ്റു പരിപാടികളിലെല്ലാം എത്തുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ ആസിഫ് അലിയെ നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പൃഥ്വിരാജ് വരുമോ ഇല്ലയോ എന്നതിലൊന്നും വ്യക്തതയില്ല. കഴിഞ്ഞ തവണയൊന്നും അദ്ദേഹം എത്തിയിരുന്നില്ല. എന്തായാലും ഈ സംഘടനയിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവരുടെ യുവതാരങ്ങളുടെയും ഒക്കെ ഒരു അഭിപ്രായം അത് ഏത് വിധേനയാകുമെന്ന് ഉറ്റുനോക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു ആസിഫ് അലിയും അജു വർഗീസ് അടക്കമുള്ളവർ അൻസിബയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഈ വിഷയത്തെ രമ്യമായി പരിഹരിക്കുക, അല്ലെങ്കിൽ അൻസിബയ്ക്കും ഈ ആരോപണ വിധേയരായവർക്കുമൊക്കെ എന്താണ് പറയാനുള്ളത് എന്നൊക്കെ കേട്ട് അംഗങ്ങളുടെ എല്ലാവരുടെയും ഒരു പൊതു അഭിപ്രായം കണക്കിലെടുത്ത് തന്നെയായിരിക്കും അടുത്ത നടപടികളിലേക്ക് സംഘടന തിരിയുക എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും മുതിർന്ന താരങ്ങളടക്കം, മോഹൻലാൽ ഈ യോഗത്തിൽ പങ്കെടുക്കും, മമ്മൂട്ടി എത്തില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ മുതിർന്ന താരങ്ങളടക്കം പങ്കെടുത്ത് ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് സംഘടന ഇതിലെ അംഗങ്ങൾക്ക് നൽകുന്ന, അതായത് ഈ ആശ്രിതരായിട്ടുള്ള അംഗങ്ങൾക്ക് നൽകുന്ന നല്ല ഒരുപാട് പ്രവൃത്തികളുണ്ട്. അതിന്റെയൊക്കെ പൊലിമ കുറയുന്നതും അതേസമയം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കേട്ടുകേൾവി മാത്രമുള്ള പ്രശ്നങ്ങൾ പോലീസ് കേസായും നിയമ നടപടികളുമൊക്കെ ആയിട്ട് പുറത്തേക്ക് വരുമ്പോൾ അത് സംഘടനയ്ക്കുള്ളിലെ അംഗങ്ങൾക്ക് പോലും വളരെ മോശമാകുന്ന രീതിയിൽ സംഘടനയെ താറടിക്കുന്ന രീതിയിലേക്കൊക്കെ പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നു, അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് വെക്കുന്നു എന്ന് തന്നെയാണ് ഒരു വിഭാഗം ആളുകളുടെയും തീരുമാനം. എന്തായാലും ഈ ഭരണസമിതി രാജിവെക്കുമോ എന്നതാണ് ഉറ്റുനോക്കേണ്ടത്. കാരണം അത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പുറത്തു വരുന്നു, ഒപ്പുശേഖരണം നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഭരണസമിതി രാജിവെച്ചാൽ അത് വലിയൊരു നാണക്കേട് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു ഭരണം, അല്ലെങ്കിൽ സ്ത്രീകൾ തലപ്പത്ത് വരുന്ന ഒരു ആദ്യത്തെ ചരിത്ര സംഭവമായിരുന്നു അമ്മയിലുള്ളത്. അങ്ങനെ വന്നതിന് ശേഷം അവർക്ക് പോലും കൃത്യമായി ഭരിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ അവർക്കിടയിലെ തന്നെ തർക്കം കൊണ്ട് സംഘടനയെ വീണ്ടും മോശമായി രീതിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ പുതിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അത് സംഘടനയ്ക്ക് തന്നെയാണ് ഏറെ ദോഷകരമായി ബാധിക്കുക, അല്ലെങ്കിൽ മോശമായി. തീർച്ചയായും നവമി സൂചിപ്പിക്കുന്ന പോലെ തന്നെ അമ്മയിൽ, അതായത് താരസംഘടനയ്ക്കിടയിൽ പുരുഷാധിപത്യമാണുള്ളത്. സിനിമാ മേഖലയിലടക്കം ഈ പുരുഷാധിപത്യം തുടരുന്നു. അത് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു. സ്ത്രീകൾക്ക് കൃത്യമായി അവരുടെ പ്രതിസന്ധികൾ ഉൾപ്പെടെ പറയാൻ പറ്റാത്ത വേദിയായി അമ്മ മാറുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ വിമർശനങ്ങൾ അമ്മ നേരിട്ടതാണ്. അതിനിടയിലാണ് ഈ വനിതകൾ കൂടുതലായി ഇടം നേടിയിട്ടുള്ള ഒരു ഭരണസമിതി. അവിടെ ശ്വേതാ മേനോൻ, കുക്കു പരമേശ്വരൻ, അല്ലെങ്കിൽ അൻസിബ, അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ നിര ഉണ്ടാകുന്നു എന്നതാണ്. പുരുഷ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ അതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന സമീപനമാണ് ഉണ്ടായത്. വോട്ടെടുപ്പിലൂടെ അടക്കം തെരഞ്ഞെടുക്കപ്പെട്ടവർ ആണ്. അവിടെയാണല്ലോ ഈ ഭരണസമിതിക്ക് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാതെ പോകുന്നു എന്ന വിമർശനം ഉയരുന്നത്. എന്തെല്ലാം പരാതികളാണ്, തൊഴിൽ പീഡനം ഉൾപ്പെടെയുള്ള പരാതികളാണല്ലോ നവമി ഉയർന്നു വന്നിട്ടുള്ളത്. താരങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ, ഇത്തരം തൊഴിൽ പീഡനം പോലെയുള്ള ആരോപണങ്ങൾ, അതിൽ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ട് എന്നതാണ്. നമുക്ക് ഉണ്ണി ശിവപാൽ നേരത്തെ നടത്തിയൊരു പ്രതികരണം എന്നത് സംഘടനയിൽ നീതി നിഷേധമാണ് നടക്കുന്നത് എന്നതാണ്. തൻ്റെ വാക്കുകൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആരും കേട്ടില്ല എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഈ താരസംഘടനയുടെ വാട്സപ്പിനകത്ത് തന്നെ ഒരു സന്ദേശമായി അയച്ചതാണ്. നമുക്ക് ആ സന്ദേശം കൂടി ഒന്ന് കേൾക്കാം. പ്രിയ അമ്മ അംഗങ്ങളെ, നല്ല നമസ്കാരം. നിങ്ങളുടെ ഉണ്ണി ശിവപാലാണ്. നിങ്ങൾ വോട്ടിലൂടെ വിജയിപ്പിച്ച നിങ്ങളുടെ ട്രഷറർ ഉണ്ണി ശിവപാലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, ഒരുപാട് കാര്യങ്ങളും പല വാദങ്ങളും വീരവാദങ്ങളൊക്കെ സമൂഹത്തിൽ അമ്മയ്ക്ക് ദോഷമായ രീതിയിൽ സംസാരിച്ചു പലരും. പക്ഷേ നിങ്ങളുടെ വിശ്വാസം കൊണ്ട് കഴിഞ്ഞ 1.5 മാസമായി ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ സുഹൃത്തുക്കൾ, അമ്മയിലെ എന്നെ ഇഷ്ടപ്പെടുന്ന ചില മെമ്പേഴ്സ്, അവരെല്ലാം കാത്തുനിന്ന നിമിഷമാണ്
ഈ 21-ാം തീയതി എന്നാണ് നമ്മുടെ ആനുവൽ ജനറൽ ബോഡി. അതുവരെ ഞാൻ കാത്തു നിൽക്കുമെന്ന് പറഞ്ഞു. ആ വാക്ക് ദൈവാധനം കൊണ്ട് എത്ര പ്രശ്നം ഉണ്ടായാലും എത്ര ഇല്ലാ കഥകൾ മെനഞ്ഞെടുത്താലും എനിക്ക് കാത്തു നിൽക്കാൻ പറ്റിയെന്നുള്ളത് സർവേശ്വരനോട് ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ വരുന്നുണ്ട്. എനിക്ക് പറയാൻ അവസരം തരുമോന്നും എനിക്കറിയത്തില്ല. കാരണം അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. കാരണം അമ്മയിലെ എലക്ട് ചെയ്ത ഒരു ട്രഷറർ പുറത്ത് നിൽക്കേണ്ടി വരുന്നു അകാരണമായി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പല കത്തുകളും ഇമെയിലുകളും അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. ഈ കൊടുത്തിരിക്കുന്ന ഇമെയിലിലൊക്കെ ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ കൊടുക്കാം, എൻ്റെ വാട്സപ്പ് ചാറ്റുകൾ കൊടുക്കാം, എൻ്റെ യൂബർ യാത്രകൾ കൊടുക്കാം, എൻ്റെ പോളിഗ്രാഫ് ടെസ്റ്റിന് പോലും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പല കാര്യങ്ങളിലൂടെയും ഞാൻ അറിയിച്ചിട്ടും അത് ഒരു ചെറിയ വില പോലും കൽപ്പിക്കാതെ 12-ാം തീയതി, അതായത് മെയ് 12-ാം തീയതി ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് കൂടുകയും അതിൽ ഓൺലൈൻ ഞാൻ പങ്കെടുക്കുമ്പോൾ എനിക്ക് പറയാണ്ടെന്ന് പറഞ്ഞത് കേൾക്കാതെ അവസാനം നെറ്റ്വർക്ക് പോയ സമയത്തേക്കും ഞാൻ തിരിച്ചു വരുമ്പോഴും മീഡിയയിലൂടെയാണ് ഞാൻ കാണുന്നത് ഉണ്ണീഷ് ശിവപാലിനെ അവർ തൽക്കാലത്തേക്ക് ലീവിന് പറഞ്ഞയച്ചു. ഇത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അമ്മയുടെ ഏത് ഖണ്ഡികയിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അധികാരമുള്ളത്? കാരണം എന്നെ കേൾക്കാതെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ, ഒരു സ്റ്റാഫ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ കൊടുക്കാൻ അമ്മ എന്ന സംഘടനയുടെ താരസംഘടനയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണിത് എന്നതാണ്. നവമി, ഇതാണ് ഈ സാഹചര്യം എന്നതാണ്. അപ്പോൾ എത്രത്തോളം സങ്കീർണമാണ് ഈ സംഘടനാ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ? ഒപ്പം നമുക്കറിയാമല്ലോ, ഇപ്പോൾ അൻസിബ കോടതിയെ അടക്കം സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ടിനി ടോം, ജോയ് മാത്യു, ലക്ഷ്മി പ്രിയ പോലെയുള്ളവർ പരസ്യമായി പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെ അച്ചടക്ക നടപടികൾ ലംഘിക്കുന്നു, അല്ലെങ്കിൽ സംഘടനയുടെ ഒരു ബൈലോയ്ക്ക് പുറത്തേക്ക് അതിന് നേതൃത്വം നൽകുന്നവർ പോലും പോകുന്നു എന്നതാണല്ലോ ഇപ്പോഴത്തെ ഒരു സാഹചര്യം. നവമി, അഭിലാഷ് പറഞ്ഞത് തന്നെയാണ്, വളരെ സങ്കീർണമാണ് സംഘടനയിലെ ഇപ്പോഴത്തെ അവസ്ഥ. പലരും ബൈലോ ലംഘിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരസ്യ പ്രതികരണം നടക്കുന്നു, ഒരു ആരോപണം വന്നാൽ ആരോപണ വിധേയനെ കേൾക്കാതെ ഏകപക്ഷീയമായി നടപടിയെടുക്കുന്നു. ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കുക്കു പരമേശ്വരൻ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നു. പ്രസിഡന്റ് അറിയാതെ സ്ഥാപനത്തിലെ ചില ആളുകളെ പറഞ്ഞുവിടുന്നു, മറ്റു ചിലർക്ക് പ്രത്യേക അനുമതി നൽകുന്നു. CCTV ദൃശ്യങ്ങളടക്കം സ്വന്തം മൊബൈൽ ഫോണിലേക്കുള്ള ആക്സസ് മറ്റുള്ളവർക്ക് ചോർത്തിക്കെടുക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഓരോ ദിവസങ്ങളായും സംഘടന നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നത്തെ യോഗവും അത്ര നിർണായകമാകുന്നതും. ഇതെല്ലാം എങ്ങനെ പരിഹരിച്ചെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മുതിർന്ന താരങ്ങൾ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ട് ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമോ അല്ലെങ്കിൽ താക്കീത് നൽകി ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കടുത്ത നടപടികളിലേക്ക് പോകുമോ എന്ന രീതിയിലേക്കൊക്കെ തീരുമാനമെടുക്കുമോ എന്നതൊക്കെയാണ് നമ്മളിന്ന് നോക്കിക്കാണേണ്ടത്. അങ്ങനെ അൻസിബയിൽ തുടങ്ങിയ പ്രശ്നമാണ് പിന്നീട് അത് ഓരോ ദിവസവും കഴിയുന്തോറും രൂക്ഷമായി വരികയാണ്. ആദ്യം പ്രസിഡന്റ് ശ്വേതാ മേനോനെതിരായിട്ടുള്ള ഗുരുതര ആരോപണം, ശ്വേതാ മേനോൻ അംഗങ്ങളെ ഏകപക്ഷീയമായി കാണുന്നില്ല, അല്ലെങ്കിൽ അംഗങ്ങളെ ഒത്തുചേർക്കാതെ ചിലരുടെ പക്ഷം നിന്നുകൊണ്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന ആരോപണം. കുക്കു പരമേശ്വരനാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഒപ്പം നീന കുറുപ്പിനെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ പല തരത്തിലുള്ള ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെയാണ് സംഘടനയിൽ കുറെ നാളുകളായി നിൽക്കുന്നത്. എന്തായാലും ശ്വേതാ മേനോൻ പിന്നീട് ഇതിൽ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലടക്കം എടുത്തിരിക്കുന്ന തീരുമാനം ഇനിയുള്ള പ്രശ്നങ്ങൾ എന്തായാലും ഇനിയിപ്പോൾ ജനറൽ ബോഡിയാണ്, ആ ജനറൽ ബോഡിയിൽ തന്നെ വിഷയങ്ങൾ ചർച്ച ചെയ്യട്ടെ. അതിനപ്പുറത്തേക്ക് നമുക്ക് പുതുതായിട്ടുള്ള ഒരു തീരുമാനം ഈ അൻസിബ വിഷയത്തിൽ എടുക്കേണ്ടതില്ല. ഭൂരിഭാഗം അംഗങ്ങളും എന്ത് പറയുന്നു അതനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് സംഘടനയിൽ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുക. എന്തായാലും നമ്മളും ആ രീതിയിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മോഹൻലാൽ അടക്കമുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒക്കെ നിലപാട്, തീരുമാനങ്ങളൊക്കെ വളരെ പ്രസക്തമാകുന്നതാണ്. മുതിർന്ന താരങ്ങൾക്കൊക്കെ വലിയ രീതിയിൽ അവമതിപ്പുണ്ടായി. പ്രത്യേകിച്ച് ജഗദീഷൊക്കെ എല്ലാ കാലത്തും മാധ്യമങ്ങളോട് സംസാരിക്കുകയും കൃത്യമായിട്ടുള്ളൊരു നിലപാട് പറയുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ ജഗദീഷ് അടക്കം പറഞ്ഞിരിക്കുന്നത് ഇത് സംഘടനയിൽ തന്നെ ഈ വിഷയം സംസാരിക്കാം, ജനറൽ ബോഡിയിൽ തന്നെ ആ വിഷയം സംസാരിക്കാം, ഇത് ഒത്തുതീർപ്പിലേക്ക് പോകാം. നിലവിലുള്ള ഈ സംഘടന രാജിവെക്കുക എന്ന് പറയുന്നത് അത് മോശം സന്ദേശമായിരിക്കും നൽകുക. സ്ത്രീകൾ നന്നായി ഭരിക്കുന്നുണ്ട്, പക്ഷേ ഇത്തരം ചെറിയ ചില പിണക്കങ്ങളും ആരോപണങ്ങളും മാത്രമാണ് നിലവിൽ പ്രശ്നമായി നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ മുതിർന്ന താരങ്ങളുടെയൊക്കെ നിലപാട്. എന്തായാലും ജനറൽ ബോഡി യോഗത്തിലേക്ക് മുതിർന്ന താരങ്ങൾ ഹരിശ്രീ അശോകൻ, മണിയൻപിള്ള രാജു ഉൾപ്പെടെയുള്ള മുതിർന്ന താരങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെയൊക്കെ നിലപാടും അഭിപ്രായങ്ങളും ഒക്കെ ഇന്നത്തെ യോഗത്തിൽ വളരെ പ്രസക്തമാകുമെന്നുള്ളത് ഉറപ്പാണ്. അഭിലാഷ്, ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ പറയുന്നത് ഇതിൽ മുതിർന്ന താരങ്ങളുടെ നിലപാടുകൾ തീർച്ചയായും സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കേണ്ടത്
സ്വാഭാവികമായും അതിൻ്റെ സംഘടനാ ഭാരവാഹികൾ തന്നെയാണ്. പക്ഷേ അവർക്കെതിരെയും വിമർശനങ്ങൾ ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ സൂചിപ്പിക്കുന്ന പോലെ എന്തായാലും നവമി, നമ്മൾ ഈ നൽകുന്ന ദൃശ്യങ്ങളിൽ അടക്കം മുതിർന്ന താരങ്ങൾ എത്തുന്നുണ്ട് എന്നതാണ്. ഒരു പക്ഷേ അല്പസമയം മുമ്പ് മണിയമ്പിള്ള രാജുവിനെ പോലെയുള്ളവർ, ജഗദീഷിനെ പോലെയുള്ള ആളുകളൊക്കെയാണ് എത്തിയത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. അപ്പോൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലം, അതായത് ഇവരുടെ വാക്കുകൾക്ക് കൂടുതൽ പരിഗണന നൽകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. ഇനിയെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ സംഘടനയിൽ നിന്നുകൊണ്ട് തന്നെ പരിഹരിക്കുക എന്ന ഒന്നിലേക്കെത്തും എന്ന് വേണമോ നമുക്ക് പ്രതീക്ഷിക്കാൻ? അങ്ങനെ തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു അഭിലാഷ്. കാരണം നമുക്കറിയാം, അമ്മ എന്ന സംഘടന വർഷങ്ങളായി ഒരു പുരുഷ മേധാവിത്വം തന്നെയായിരുന്നു ആ സംഘടനയിൽ നിലനിന്നിരുന്നത്. ഒരു സ്ത്രീകൾക്ക് പ്രത്യേകിച്ച ഒരു വോയിസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം സംഘടനയിൽ ഉണ്ടെന്നോ എന്ന് പോലും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ അല്ലെങ്കിൽ WCC രൂപീകരിക്കുന്ന ഒരു കാലഘട്ടം മുതൽ തന്നെയാണ് അമ്മ സംഘടനയിലെ സ്ത്രീകൾ കുറച്ചുകൂടി ശക്തമായി മുന്നോട്ട് വരികയും മാധ്യമങ്ങളുടെ അഭിപ്രായങ്ങൾ സംസാരിക്കുകയും അവർ അനുഭവിച്ച നീതി നിഷേധത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തത് ഈ WCCയും പിന്നീട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഒക്കെ പുറത്തു വന്നതിന് പിന്നാലെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഘടനയ്ക്കുള്ളിൽ ആദ്യം നമുക്കറിയാം, ഈ സംഘടനയിലെ ആദ്യത്തെ ആരോപണം ഉയരുന്നുണ്ട്. പിന്നീട് പുതിയ സമിതി വരുമ്പോൾ അതിന്റെ പ്രസിഡന്റ് ആയിരുന്നത് സിദ്ദിഖാണ്. സിദ്ദിഖിനെതിരെ ആരോപണം വരുന്നു, ഇടവേള ബാബുവിനെതിരെ ആരോപണം വരുന്നു, ബാബുരാജിനെതിരെ ആരോപണം വരുന്നു. അങ്ങനെ സിനിമാ മേഖലയിലെ പല താരങ്ങൾക്കും എതിരെയും ആരോപണം വന്നതിന് പിന്നാലെയാണ് ഇനി സംഘടനയിൽ പുതിയൊരു തിരഞ്ഞെടുപ്പ് വന്ന് അത് അധികാരത്തിൽ വരുമ്പോൾ ഇപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകണ്ട എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് മുതിർന്ന താരങ്ങളടക്കം ഇനി അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ തന്നെ തലപ്പത്തേക്ക് വരട്ടെ, ആ തരത്തിലുള്ള വലിയ ചർച്ചകളുമൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് ശ്വേതാമേനോന്റെ നേതൃത്വത്തിലുള്ള ഒരു ശക്തമായിട്ടുള്ളൊരു വനിതാ നേതൃത്വം തന്നെ വന്നത്. പക്ഷേ അപ്പോഴും ഈ തർക്കങ്ങളൊന്നും പരിഹാരമാകുന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഈ ഒരു സമിതിയെ പിരിച്ചുവിടേണ്ടതില്ല, പകരം ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോയേക്കാം എന്ന് തന്നെയായിരിക്കും ഇന്നത്തെ യോഗം തീരുമാനമെടുക്കുക. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് മുതിർന്ന താരങ്ങളുടെ നിലപാടുകൾ എന്ത് എന്നത് അറിയേണ്ടത്, എങ്ങനെയാണ് ഈ വിഷയം പരിഹരിക്കപ്പെടുക എന്നതും നിർണായകമാകുന്ന യോഗം ആണ് ഇപ്പോൾ ചേരാൻ പോകുന്നത്. മുതിർന്ന താരങ്ങൾ അമ്മയുടെ യോഗത്തിനായി എത്തുന്നു എന്നതാണ്. അതേസമയം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, അതായത് ഈ സിനിമാ മേഖല നേരിടുന്ന വലിയ പ്രതിസന്ധി, അവിടെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, ചൂഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ടായിരുന്നു ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത്. അവിടെ വലിയ വെളിപ്പെടുത്തലുകളാണ് വനിതാ താരങ്ങൾ നടത്തിയത്. പക്ഷേ അവരൊന്നും പിന്നീട് നിയമപരമായൊരു പോരാട്ടത്തിലേക്ക് പോയില്ല എന്നതാണ്. എന്നാൽ എല്ലാവരും അങ്ങനെ ആയിരുന്നില്ല. ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ളവയിൽ പരാതികളുമായി രംഗത്ത് വന്ന സ്ത്രീകളുണ്ട്. അവിടെയാണ് പല ബിംബങ്ങളും ഉടഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഈ സിനിമയിലെ തന്നെ മുതിർന്ന പ്രവർത്തകർ, സിനിമാ മേഖലയിലെ മുതിർന്ന താരങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ ആണ് ഈ പ്രതിസന്ധിയെ നേരിട്ടത് എന്നത് തന്നെയാണ്.